ഇതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സയനിസ്റ്റ് ലോബി യുടെ സപ്പോർട്ട് ഇസ്രയേലിനുണ്ടെങ്കിലും ഇസ്രയേലിന് കൃത്യമായി അവരുടേതായ തീരുമാനങ്ങളുണ്ട്. കാരണം ഇദ്ദേഹം പറഞ്ഞത് ടെഹ്റാനെ ഞങ്ങൾ ചാമ്പലാക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേണു, ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നേഷൻ സ്റ്റേറ്റുകളൊക്കെ എല്ലാം ഉണ്ടായി വരുമ്പോൾ അതിന്റെ തലപ്പത്ത് വന്നിരുന്നതെല്ലാം കുറെ സ്റ്റേറ്റ്മെന്റ്മാരായിരുന്നു. അത്തരത്തിൽ, അതായത് ഇപ്പൊ ഇന്ത്യയിൽ നെഹ്റു ഉണ്ടായിരുന്നു, ഈജിപ്തിൽ ഗമാൽ നാസർ ഉണ്ടായിരുന്നു, അങ്ങനെ ചേരിചേരാ പ്രസ്ഥാനത്ത് നിൽക്കുന്നവരായിട്ടുള്ളതോ ഇല്ലെന്നുണ്ടെങ്കിൽ ഡീ കോളനൈസേഷന്റെ ഭാഗമായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ കുറെ ബിസിനസ്സുകാരും വർഗീയവാദികളുമായ ആളുകൾ കൈലോട്ടി രാജ്യങ്ങളെല്ലാം ചെന്നുപെട്ടിരിക്കുകയാണ്. ഒരു ദുര്യോഗം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു പരമാധികാര രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ നേതാവ് പറയാണ് ടെഹ്റാനെ ഞങ്ങൾ ചുട്ടു ചാമ്പലാക്കുമെന്ന്. എങ്ങനെ ഒരു സൈക്കോപാത്തനല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? നെതന്യാഹു എന്ന് പറയുന്ന ഒരു സൈക്കോപാത്താണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹൃദയശൂന്യമായി ഗസയോടും അവിടുത്തെ കുഞ്ഞുങ്ങളും മരിക്കുമ്പോഴും അതിനോട് ഹൃദയശൂന്യമായി ഇടപെടുന്നതും. ഒരു ഏകപക്ഷീയമായ ആക്രമണം അമേരിക്ക തടഞ്ഞിട്ടും, അവരുടെ ഏറ്റവും ശക്തമായ അലയായിരിക്കുന്ന അമേരിക്ക തടഞ്ഞിട്ടും ടെഹ്റാനെതിരെ ആക്രമണത്തിന് തയ്യാറാകുകയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് നിശ്ചയമായിട്ടും അമേരിക്കയുടെ താല്പര്യങ്ങളോ അമേരിക്കൻ താല്പര്യങ്ങളല്ല ശരിക്കും ക്ഷമിക്കണം, ടെല്ലവീവിന് അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. അവർ യുദ്ധം നയിക്കും. അവർ ആര് പറഞ്ഞാലും ലോകത്തിൽ ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. അവരുടെ താല്പര്യങ്ങളുമായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അവരുടെ നിരന്തരമായ അധിനിവേശം തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ നടന്നിരിക്കുന്ന യുദ്ധത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ ലോക രാജ്യങ്ങളെയും മാധ്യമങ്ങളെയും എല്ലാം ശ്രദ്ധ ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിലോട്ട് മാറി. ആ സമയം ഗസയിലെ യുദ്ധം ത്വരിതപ്പെടുത്തുക ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസത്തിനകം വേണ്ട 75 പേര് കൊല്ലപ്പെടുകയും 280ഓളം പേര് ആക്രമിക്കപ്പെടുകയും ഏതാണ്ട് 5300 വീടുകൾ പണിതുകൊണ്ടിരുന്ന സെറ്റിൽമെന്റുകൾ, അനധികൃത സെറ്റിൽമെന്റിൽ 5003 വീടുകൾ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന നിശ്ചയത്തിൽ അവർ പണി പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു വശത്തുകൂടി അവർ, നമ്മുടെ നാട്ടിൽ പ്രയോഗമുണ്ടല്ലോ, പോത്തിനെ ചാരി എരുമേനെ വിട്ടുക എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. ഇറാൻ ഇസ്രായേൽ പ്രശ്നം നടക്കുന്ന സമയത്ത്, മറ്റൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്ന സമയത്ത് അവർ നിലനിന്നിരുന്ന പ്രശ്നം കൂടുതൽ വഷളാക്കുകയും അതിന്റെ മേൽ അവരുടെ ആധിപത്യം കൂടുതൽ നേടുന്നുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പൊ ഇതിനകത്ത് താല്പര്യം എന്ന് പറയുന്നത് ടെല്ലവീവിന്റെ താല്പര്യമാണ്, നെതന്യാഹുവിന്റെ താല്പര്യമാണ്. അല്ലാതെ പക്ഷെ അതിന് സപ്പോർട്ടായി ഇവർ നിൽക്കുന്നു. ഈ ക്രിസ്ത്യൻ സയനിസ്റ്റ് ലോബിയും ഇസ്രായേൽ ലോബിയും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത്, അവിടുത്തെ ടാക്സ് പേഴ്സിന് മണി എന്ന് പറയുന്നതും ചലിക്കുന്നത് മുഴുവൻ ഇസ്രായേലിന്റെ താല്പര്യപ്രകാരമാണ്. അതാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കിപ്പോൾ വളരെ വലിയൊരു ഒരു ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ അയൺ ഡോം എന്ന് പറയുന്നത് എന്തോ വലിയ മാന്ത്രിക ചെപ്പാണെന്നാണ് ലോകം മൊത്തം ധരിച്ചിരുന്നതും അവർ ധരിപ്പിച്ചിരുന്നതും. ആ മൊസാദ് അങ്ങനെയാണ് ലോകം മൊത്തം പ്രചരിപ്പിച്ചിരുന്നതും. പക്ഷെ ഇപ്പോൾ മനസ്സിലായി അതൊന്നുമല്ല. അതിനെയും തകർത്തുകൊണ്ട് അവരുടെ ആക്രമണം നടത്താനായിട്ട് ശേഷിയുള്ള രാജ്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവരോട് ഏറ്റുമുട്ടിയാൽ അന്തിമ വിജയം ആർക്കെന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. കാരണം യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല. എല്ലാവരും പരാജയപ്പെടുകയും എല്ലാവരും സാമ്പത്തിക പ്രശ്നത്തിൽ ലോകം മൊത്തം പ്രശ്നത്തിലാകുകയും ചെയ്യുന്നത്. അപ്പൊ അന്തിമ വിജയം എന്നുള്ള ഒരു കാര്യം ഒരു യുദ്ധത്തിലും ഉണ്ടാകാറില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി, അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, അവരുടെ എല്ലാവിധ സംവിധാനങ്ങളെയും അവരുടെ കണക്കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ടാണ് ഇറാന്റെ ആക്രമണം വന്നിരിക്കുന്നത്. ഇത് നിശ്ചയമായും അവരെ വിറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കാണുമായിരുന്നു. അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് ഇസ്രായേലിന്റെ നെയിം ബോർഡും ഹീബ്രുവിൽ ഒരു സ്ത്രീ ഇരുന്ന് ഒരു കാറിന്റെ വശത്തിറങ്ങിയിരുന്ന കരയാണ്. എൻഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന്റെ ബാക്കി ഉണ്ടാകാൻ പോകുന്നത്. ആ സ്ത്രീ കരയുന്നതിൽ നമുക്ക് സന്തോഷിക്കാനില്ല. അത് ഇറാന്റെ ആക്രമണത്തെ ഭയന്നാണ്. ആ സമയത്ത് തൊട്ടുദൂരം മിസൈൽ വന്ന് വീണ് അതിന്റെ ലൈറ്റ് വരുന്നത് അത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇരു പ്രദേശങ്ങളിലുള്ള മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാം അങ്ങേയറ്റം ദുരിതത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം പറയുന്നത് ഞാൻ ടെഹ്റാനെ ചാമ്പലാക്കുമെന്നാണ്. ഇങ്ങനെ പറയുന്ന ഒരു സൈക്കോപാത്തുകൾ ഭരിക്കുന്ന ലോകമാണ് എന്നുള്ളത്. അതിൽ നിന്ന് അവർ പിന്നോട്ട് മാറുക, അതിനുവേണ്ടി ഇടപെടൽ നടത്താൻ തുടങ്ങാൻ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് മറ്റ് ചെറിയ അംശങ്ങളോട്, അതുപോലെ തന്നെ എനിക്ക് ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തോട് വിയോജിപ്പ്, ഇസ്രായേൽ നമ്മുടെ ഉറ്റ സുഹൃത്താണെന്ന് പറയുന്നത് ചരിത്രപരമായി ശരിയല്ല. ഇസ്രായേൽ നമ്മുടെ ഉറ്റ സുഹൃത്തായിരുന്നില്ല ഒരിക്കലും. ഇസ്രായേൽ 1948 ഉണ്ടായിട്ട് നമ്മുടെ ഒരു എംബസി തുറക്കാൻ പോലും അവർ അനുവദിച്ചില്ല 2 വർഷത്തിന്. 2 വർഷത്തിന് ശേഷമാണ് അവരുടെ ഒരു കോൺസുലേറ്റ് തുറന്നത്. അതും ഡൽഹിയിലല്ല, ബോംബെയിൽ. ഒരു എംബസി തുറക്കാൻ നമ്മൾ അനുവദിച്ചില്ല. കാരണം അത് അനീതിയിൽ പിറന്ന ഒരു രാജ്യമാണെന്ന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് അറിയാമായിരുന്നു. ഒരു കാലത്ത് നമ്മൾ അവരുമായി നല്ല ബന്ധം സൂക്ഷിച്ചവരല്ല. ഇപ്പോഴാണ് അവരുമായി ഒരു ചങ്ങാത്തത്തിൽ ഏർപ്പെടാനും അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുമുള്ള ഒരു തീരുമാനം വന്നിരിക്കുക. അതുകൊണ്ട് ചരിത്രപരമായി ഇസ്രായേൽ അല്ല നമ്മുടെ സുഹൃത്ത്, ചരിത്രമായി ഇറാൻ നമ്മുടെ സുഹൃത്താണെന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. പാലസ്തീനെ നമ്മൾ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരുന്നത് ശരിയാണ്. നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും കാലത്ത് ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ വ്യക്തമായ പ്രസ്താവന നടത്തിയിരുന്നു. നമ്മൾ പലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇസ്രയേലുമായി നമ്മൾ നല്ല ബന്ധം പുലർത്തിയിരുന്നില്ല. അതിപ്പോൾ ആയുധം വാങ്ങുന്നതിന് വേണ്ടിയും ഇത്തരം ഏകാധിപത്യ രാജ്യങ്ങൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സർവൈലൻസ് കൂട്ടുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്ന ധാരണയിൽ അത്തരത്തിലുള്ള ഗവൺമെന്റുകളാണ് ഇസ്രയേലുമായി നല്ല ബന്ധം പുലർത്തുന്നത്. അതുകൊണ്ട് ഇസ്രയേലുമായുള്ള നമ്മുടെ ചങ്ങാത്തത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മൾ അവരുടെ ആയുധങ്ങൾ വാങ്ങി അത്തരം ഒരു കൊലയാളി രാജ്യത്തിന്റെ കൂടെ നിൽക്കുകയല്ല വേണ്ടത്.